എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് എല്ലാവർക്കും പരിചിതമായ കുറച്ച് ഇലകളാണ് കേട്ടോ നമ്മുടെ ടിപ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇത് കപ്പയാണ്. കപ്പ എന്ന് പറയും, അല്ലെങ്കിൽ കൊള്ളി എന്ന് പറയും, അല്ലെങ്കിൽ പൂള എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്ന നമ്മുടെ മരിച്ചീനിയുടെ ഇലയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ മരിച്ചീനിയുടെ ഇല വെച്ചിട്ടുള്ള ഒരു കിഡിലൻ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാരോട് പറയാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എലി, പല്ലി, പാറ്റ, കൊതുക്, ഉറുമ്പ് എന്നിങ്ങനെ നമ്മുടെ വീടിന് അകത്തും പുറത്തും നമ്മളെ ശല്യപ്പെടുത്തുന്ന ക്ഷുദ്രജീവികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ടിപ്പ് വഴി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഇലകൾ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇവരൊക്കെ ഒന്ന് ഓടിക്കണേന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഒരു 2-3 ഇലകൾ നമുക്ക് അടർത്തിയെടുക്കാം. ഉണ്ടോ, 2-3 ഇലകൾ എടുക്കാം. അത് ഇച്ചിരി കേടായ ഇലയാണ് കേട്ടോ. അത് നമുക്ക് മാറ്റി വെച്ചിട്ട് വേറെ 2-3 ഇലകൾ നമുക്ക് പറിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു 3-4 ഇലകൾ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇനി ബാക്കിയുള്ളത് നമുക്കങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ 3-4 ഇലകൾ എടുത്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയുടെ ജാർ എടുക്കാം. ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ മരിച്ചീനിയുടെ ഇലകളിലും തണ്ടുകളിലും മാരക വിഷമായ ഹൈഡ്രജൻ സയനൈഡിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ സാധാരണഗതിയിൽ ആടോ പശുവോ ഒന്നും ഇതിൻ്റെ ഇലകളൊന്നും തിന്നാറില്ല. ഇനി എങ്ങാനും അവർ അഥവാ അറിയാതെ തിന്നു പോയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും, അവർ ചത്തുപോകാനോ അല്ലെങ്കിൽ ബോധം കെട്ടു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ ഇലകളും തണ്ടുകളും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അധികം ലൂസായി പോവാതെ വേണം കേട്ടോ അരച്ചെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്, ഒന്ന് പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമുക്കിനി ഇതൊന്നൊന്ന് അരച്ച് എടുത്തുകൊണ്ട് വരാം. അപ്പോൾ ഇതേ നോക്കിക്കേ, ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒരു അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പൊ നമ്മൾ ഇതേ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ അരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇതിന്റെ ജ്യൂസ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു വേസ്റ്റ് ഇല്ലേ, ആ ഒരു വേസ്റ്റും കളയരുത് കേട്ടോ. ആ വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ടിപ്പും കൂടി ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ വേസ്റ്റ് നമ്മൾ മാറ്റി വെക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ജ്യൂസ് ഇല്ലേ, ഇതുകൊണ്ട് നമുക്ക് പല്ലീനെയും പാറ്റേനെയും കൊതുകിനെയും ഒക്കെ തുരത്തി ഓടിക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ജ്യൂസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇവിടെ മൊത്തം. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസും കൂടി ഇതിനകത്തൊന്ന് ചേർത്ത് കൊടുക്കണം. ഇതിനകത്തേക്ക് കുറച്ച് ലൈസോള് ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ലൈസോളോ അല്ലെങ്കിൽ ഡെറ്റോളോ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതേ ഞാൻ അങ്ങനെ ലൈസോൾ ആണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വിനാഗിരിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഈ ഒരു ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മരിച്ചീനിയുടെ ഇല അരച്ചെടുത്തപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഉള്ളത്. ആ സ്മെല്ല് കുറച്ചുകൂടി കൂടുതൽ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ഈ ജ്യൂസ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കൊരു സ്പ്രെയർ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ മരിച്ചീനിയുടെ ഇലകളുണ്ടല്ലോ വെട്ടി വെയിലത്തിട്ട് വാട്ടിയതിന് ശേഷം കന്നുകാലികൾക്ക് ആഹാരമായിട്ട് കൊടുക്കാറുണ്ട്. ഈ ഇലയിൽ ചൂട് തട്ടി കഴിഞ്ഞപ്പോൾ ഈ ഇലയിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സയനൈഡ് ബാഷ്പീകരിച്ചു പോകും. അങ്ങനെ ഇലകളിലെ കട്ടൊക്കെ ഇല്ലാതാവും. അതുപോലെ തന്നെ കപ്പയൊക്കെ നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ വാട്ടിയതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് പറയാറുണ്ട്. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മുടെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഹൈഡ്രജൻ സയനൈഡ് കൂടുതൽ വേണം. അപ്പൊ അതിനായിട്ട് നല്ല ഫ്രഷ് ഇലകൾ തന്നെ വേണം കേട്ടോ തിരഞ്ഞെടുക്കാനായിട്ട്. അപ്പൊ ഇത് നോക്കിക്കേ, ഇലയുടെ ജ്യൂസും വിനാഗിരിയും അതുപോലെ തന്നെ ലൈസോളും ചേർത്ത മിക്സ് നമ്മളൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. സന്ധ്യാസമയത്തൊക്കെ ആണല്ലോ നമ്മുടെ വീട്ടിലേക്ക് കൊതുകുകൾ ചീറിപ്പാഞ്ഞ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് സന്ധ്യാസമയത്തിന് മുമ്പ് തന്നെ നമുക്ക് ഈ മരുന്നൊക്കെ ഉണ്ടാക്കി വെക്കാം.
എന്നിട്ട് നമുക്ക് വീടിന് ചുറ്റും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഈ കപ്പയുടെ ഇലയ്ക്ക് ഒരു കറി ഉള്ളത് കൊണ്ട് നമ്മുടെ വീടിന്റെ അകത്തൊന്നും അടിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അപ്പൊ നമ്മൾ നേരത്തെ അരച്ചു വെച്ച മരിച്ചീനിയുടെ ജ്യൂസ് ഇല്ലേ, അപ്പൊ ആ ജ്യൂസ് കുറച്ചുകൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പേപ്പർ കട്ടിങ്സ് ആണ് കേട്ടോ. അപ്പൊ അത് ഇതേപോലെ കുറച്ച് പേപ്പർ കട്ടിങ്സ് നമുക്ക് വേണം. ഇനി ഈ പേപ്പർ കട്ടിങ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ജ്യൂസിൽ ഇങ്ങനെ നന്നായിട്ടൊന്ന് മുക്കിയെടുക്കാം. ഈ ഒരു ജ്യൂസിൽ ഹൈഡ്രജൻ സയനൈഡ് മാത്രമല്ല കേട്ടോ, ധാരാളം ആൽക്കലോയിഡ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ജ്യൂസിന് വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. ആദ്യം നമ്മൾ തയ്യാറാക്കിയ ജ്യൂസ് എന്താ ചെയ്തത്, നമ്മൾ പുറത്താണ് സ്പ്രേ ചെയ്ത് കൊതുകിനെ ഓടിച്ചത്. ഇനി അകത്തുള്ള കൊതുകിനെ നമുക്ക് ഓടിക്കണ്ടേ, അപ്പൊ അതിനായിട്ട് ആണ് ഈ ഒരു ടിപ്പ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ പേപ്പർ എല്ലാ ഭാഗവും ഒന്ന് നനച്ച് നമുക്ക് എടുക്കാം. അപ്പൊ ഒന്നുകിൽ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഈ പേപ്പർ ഇതേപോലെ നന്നായിട്ട് നനച്ചിട്ട് വെയിലത്ത് വെച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇതേപോലെ ഒന്ന് നിരത്തി വെച്ചാൽ മതി, എന്തെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നിരത്തി വെച്ചാൽ മതിയാവും. അപ്പൊ ഏകദേശം 1 മണിക്കൂർ കൊണ്ടൊക്കെ, 1 മണിക്കൂറൊന്നും വേണ്ട, അതിനു മുമ്പ് തന്നെ ഈ പേപ്പർ നമുക്ക് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ പേപ്പറുകളെല്ലാം മുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഒരു ഗ്ലാസ് ആണ് വേണ്ടത്. ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ പേപ്പറിനെ ചെറുതായിട്ടൊന്ന് ചുരുട്ടിയെടുത്തിട്ട് കത്തിച്ച് ഇതേപോലെ വെക്കാം. സന്ധ്യാസമയത്താണല്ലോ കൊതുകൊക്കെ വീടിന്റെ അകത്തേക്ക് വരുന്നത്. ആ സമയത്ത് ഇതേപോലെ ഒന്ന് കത്തിച്ച് വെച്ചാൽ മതിയാവും കേട്ടോ. ഈ ഒരു ഇതിന്റെ പുക കാരണം കൊതുകൊന്നും ആ പരിസരത്ത് പോലും വരില്ല കേട്ടോ. വീടിന്റെ അകത്തുള്ള കൊതുകിനെ തുരുത്തി ഓടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. ഇനി നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ജ്യൂസ് ഇല്ലേ, അപ്പൊ ആ ജ്യൂസിലേക്ക് കുറച്ച് ഇതേപോലെ കുറച്ച് തുണികളൊന്ന് നമുക്ക് കുഞ്ഞായിട്ട് കീറിയെടുക്കാം. അല്ലെങ്കിൽ കോട്ടന്റെ ഇതായാലും മതി കേട്ടോ, കോട്ടൺ ആയാലും മതി. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ചോക്ക് ഉണ്ടെങ്കിൽ ചോക്കായാലും നല്ലതാണ്. ചോക്ക് ഈ വെള്ളത്തിൽ കുറച്ചു നേരം ഇട്ട് വെക്കണം കേട്ടോ. അപ്പൊ ചോക്ക് ഈ ജ്യൂസ് എല്ലാം അബ്സോർബ് ചെയ്യും. അപ്പൊ ചോക്ക് ഒരു പച്ച കളറിലേക്ക് ആവും കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ തുണിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഞാൻ ഇതേപോലെ തുണികൾ ഇതേപോലെ ഉണ്ട പോലെ ആക്കിയിട്ടുണ്ട്, നനച്ച് ചെറിയ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ കിച്ചൺ സ്ലാബിലോ അല്ലെങ്കിൽ കൊതുക് ശല്യമുള്ളിടത്തോ പാറ്റ ശല്യമുള്ളിടത്തൊക്കെ നമ്മൾ ഇതേപോലെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ആ ഒരു സ്മെല്ല് കാരണം ആ പരിസരത്തൊന്നും കൊതുകോ പാറ്റയോ പല്ലിയോ ഒന്നും തന്നെ വരില്ല കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് കൂടുതലായിട്ട് പാറ്റയും പല്ലിയും ഉള്ള സ്ഥലത്തൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചാൽ മതിയാവും കേട്ടോ. അപ്പൊ ഞാൻ എന്നും പറയാറുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ തറയിലൊക്കെ വെച്ചുകൊണ്ട് പോകുമ്പോൾ കുട്ടികളുള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം. അപ്പൊ നോക്കിക്കേ, നമ്മൾ നേരത്തെ എടുത്തു വെച്ച വേസ്റ്റ് ഇല്ലേ, ആ ഒരു വേസ്റ്റ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത്. ആ വേസ്റ്റിലേക്ക് 2 സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും ഇത് ചെയ്യാനായിട്ട് ഉപയോഗിക്കരുത് കേട്ടോ. അപ്പൊ ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി, കല്ലുപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 സ്പൂൺ കല്ലുപ്പാണ് ചേർത്തത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുറച്ചു നേരം ഇരുന്നാലും ആ ഒരു ഹൈഡ്രജൻ സയനൈഡിന്റെ എഫക്റ്റ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഉപ്പ് ചേർത്ത് വെക്കുന്നത് കേട്ടോ. ഇനി ഈ മിക്സ് ഒന്ന് കുറച്ചുകൂടി ഒന്ന് പവർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഹാർപ്പിക്കും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിവിടെ ഹാർപ്പിക്കും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എലികളെ നമുക്ക് കൂട്ടത്തോടെ നശിപ്പിക്കാൻ പറ്റിയ ഒരു കിടിലൻ മരുന്നാണ് കേട്ടോ ഇത്. ഇനി നമുക്ക് ഒരു പേപ്പർ എടുക്കാം. ഈ പേപ്പറിലേക്ക് നമ്മുടെ മിക്സ് ഒന്ന് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. പേപ്പറിൽ തന്നെ വേണമെന്നില്ല കേട്ടോ, ചിരട്ടയിലായാലും മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് വീടിന് പുറത്ത് കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ എലികളെ ആകർഷിക്കാനായിട്ട് നമുക്ക് കുറച്ച് ബിസ്ക്കറ്റിന്റെ പൊടിയും കൂടി ഇതിന്റെ മുകളിലൊന്ന് തൂവി കൊടുക്കാം. ബിസ്ക്കറ്റിന്റെ പൊടിയോ അല്ലെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ഇതിന്റെ മുകളിലൊന്ന് കുഞ്ഞായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം. എലിക്ക് ഇഷ്ടമുള്ള ഒരു ഐറ്റം ആയിരിക്കണം ഇതിന്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ പൊടിച്ചിടാനായിട്ട് കേട്ടോ. സന്ധ്യാസമയത്താണ് എലികളൊക്കെ തീറ്റ തേടി നമ്മുടെ വീടിന്റെ പരിസരത്തൊക്കെ വരുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീടിന്റെ പുറത്ത് വച്ചാൽ മതി കേട്ടോ.
ഗോതമ്പ് പൊടിയുടെ മണവും അതുപോലെ തന്നെ ബിസ്ക്കറ്റിന്റെ മണമൊക്കെ ഉള്ളത് കൊണ്ട് എലി തീർച്ചയായിട്ടും ഇത് തിന്നും. അതുപോലെ തന്നെ മരിച്ചീനിയുടെ ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ഹൈഡ്രജൻ സയനൈഡും ആൽക്കലോയിഡും അതുപോലെ തന്നെ ഹാർപ്പിക്കിന്റെ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ഒക്കെ കൂടി ചേർന്ന് വരുമ്പോൾ നല്ലൊരു പോയിസണസ് എഫക്റ്റ് ആയിരിക്കും കേട്ടോ കിട്ടുന്നത്. വെറും 2 മില്ലിഗ്രാം സയനൈഡ് മാത്രം മതി കേട്ടോ ഒരു എലിയെ കൊല്ലാനായിട്ട്. അപ്പൊ നമ്മുടെ മിക്സിന്റെ കുറച്ചെങ്കിലും എലിയുടെ വയറ്റിനകത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ചെയ്തോളും. അപ്പൊ ഇന്നത്തെ ടിപ്സ് ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി പുതിയ ടിപ്പായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.